പലതവണ പൊളിച്ചു, 3 പ്രാവശ്യം പൊളിച്ചു. ഒന്ന് ഷെഡായിട്ടിരുന്ന അതിനകത്ത് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് പൊളിച്ചു. രണ്ടാമത് ഇതിന് ഫൗണ്ടേഷൻ പെരേര അടുത്താന്ന് പറഞ്ഞാൽ ആ ഫൗണ്ടേഷൻ പൊളിച്ചു പുറകോട്ട് മാറ്റി. ഈ 30 സെന്റിയുടെ കുറവ് ഫ്രണ്ട് വശം ഇതിന് വേണ്ടിയിട്ട് ഞാനത് മൊത്തം ഫൗണ്ടേഷൻ പൊളിച്ചിട്ട് 2-ന് 2.5 മീറ്റർ അകലെ വിട്ടു, ഫിനിഷ് ചെയ്തു. അന്നേരപ്പോഴത്തേക്ക് രണ്ടാമത് പറയുന്നു അതിർത്തിയിൽ നിന്ന് വേണമെന്ന്. അവർ വന്ന് 2ാം പ്രാവശ്യം കണ്ടിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് അതും ചെയ്തു. അതും ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കൂട്ടത്തിലാണ് പറയുന്നത് ഹൈറ്റും വേണമെന്ന്. പിന്നെ ഹൈറ്റും ഉൾപ്പെടെ റെഡിയാക്കി. അങ്ങനെ 3 പ്രാവശ്യത്തെ അഴിച്ചുപണി നടത്തി. ഇതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓവർസിയറും എയും കൂടി അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടി പഞ്ചായത്തിൽ നിന്ന് ഇവിടെ വരുന്നു. അവരിവിടെ അടുത്തൊരു വഴി അളക്കാനായിട്ട് അങ്ങോട്ട് പോയതാണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് അവിടെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു 12ാം വാർഡിൻ്റെ. ആ മെമ്പർ എന്നോട് പറഞ്ഞു, വേണ്ട പിന്നെ ഓവർസിയറൊക്കെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു, വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞ് ഞാൻ പറയും, മാഡം എന്നാ പറയുന്നു, എല്ലാം ഓക്കെയാണ്, ഇനിയും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് പോയി. പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾക്ക് തന്നതിൻ്റെ ഈ പിന്നെ റെഗുലറൈസേഷൻ ചെയ്യണം, ഇത് ക്രമവൽക്കരണം എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് ക്രമവൽക്കരണം എന്ന് പറഞ്ഞു. അങ്ങനെ ക്രമവൽക്കരണം പറഞ്ഞ് ഒരു നോട്ടീസ് എനിക്ക് തന്നു. അതനുസരിച്ചാണ് ഈ എഞ്ചിനീയർ വന്ന് ഇതെല്ലാം വരച്ചെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തത്.